കണ്ണൂർ പുതിയങ്ങാടി ചൂട്ടാട് അഴിമുഖത്ത് ഫൈബർ വെള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ മൃതദേഹം കണ്ടെത്തി. അസം സ്വദേശി അലിയാണ് മരിച്ചത്. രാവിലെ 9 മണിയോടെയാണ് അപകടം. ഫൈബർ വെള്ളത്തിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. മണൽത്തിട്ടയിൽ തട്ടി വെള്ളം ചെരിഞ്ഞപ്പോൾ അലി തെറിച്ചു വീഴുകയായിരുന്നു. വള്ളത്തിലുണ്ടായിരുന്ന മറ്റു 2 പേർ പിടിച്ചു നിന്നതിനാൽ തെറിച്ചു വീണില്ല. ഈ ചൂട്ടാട് അഴിമുഖത്ത് തോണി അപകടങ്ങള് സ്ഥിരമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഭവിച്ചത് മണൽത്തിട്ട നീക്കം ചെയ്യണം എന്നുള്ള ഒരു കാര്യം വളരെ നേരത്തെ തന്നെ ജില്ലാ കലക്ടർക്കും അതുപോലെ ബന്ധപ്പെട്ട അധികാരികൾക്കും അറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കലക്ടർ കഴിഞ്ഞ ദിവസങ്ങളിൽ യോഗം വിളിച്ച് 19-ാം തീയതി തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട് ഈ കെംപ്ടനെ അധികാരപ്പെടുത്തി മണൽ നീക്കണം എന്നുള്ളത്. പക്ഷെ ഇന്ന് വരെ മണൽ നീക്കം തുടങ്ങിയിട്ടില്ല. അപ്പൊ അത് തന്നെ ഒരു വലിയ അനാസ്ഥയായിട്ടാണല്ലോ. 19 കഴിഞ്ഞ് ഇന്ന് ഞാൻ 31-ാം തീയതിയാണ് സംസാരിക്കുന്നത്. ഈ ദിവസം അത്രയായിട്ടും ഈ മണൽത്തിട്ട നീക്കം ചെയ്യുന്നതിനുള്ള കലക്ടറുടെ നേതൃത്വത്തിലുള്ള യോഗം തീരുമാനമെടുത്തിട്ട് പോലും നടപടിയില്ല എന്നുള്ളതിന്റെ അവസാനത്തെ ഒരു ഇരയാണ് ഇന്ന് ഇപ്പൊ ഇവിടെ മരണം സംഭവിച്ചിരിക്കുന്നത്. അലി എന്ന് പറയുന്ന ഒരു ആസം സ്വദേശിയാണ് ഇന്ന് മരിച്ചിട്ടുള്ളത്. അപ്പൊ മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പൊ ധൈര്യപൂർവ്വം മത്സ്യബന്ധനം നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം. കാരണം കൊട്ടിഘോഷിച്ചുണ്ടാക്കിയ ഈ പുലിമുട്ട് അശാസ്ത്രീയമാണ് എന്ന രൂപത്തിലേക്ക് ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ പുലിമുട്ടിനെ കുറിച്ചുള്ള ഇതിന്റെ ശാസ്ത്രീയ പഠനം ഒരു പുനഃപരിശോധന നടത്തേണ്ടതായിട്ട് സർക്കാർ തയ്യാറാകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. കാരണം പുലിമുട്ടില്ലാത്ത കാലഘട്ടത്തിൽ ഇത്ര വലിയ മരണം നമുക്ക് സംഭവിച്ചിട്ടില്ല. ചില കാറ്റും കോളും ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ കാലാവസ്ഥയുടെ ചില വ്യതിയാനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഉണ്ടായ ചില പ്രതിഭാസങ്ങൾക്ക് അനുസരണമായിട്ടുണ്ടായ 1-2